കേരളത്തിൽ മാത്രമല്ല മുംബൈയിലും ഡൽഹിയിലും കനത്ത മഴയാണ് പെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ ഇത്തവണ മൺസൂൺ വളരെ നേരത്തെയാണ്. ശക്തമായ മഴയെ തുടർന്ന് മുംബൈ നഗരം വെള്ളത്തിനടിയിലായി. നഗരത്തിൽ പെയ്തിറങ്ങിയത് 107 കൊല്ലത്തിനിടെയുണ്ടായ ഏറ്റവും ഉയർന്ന അളവ് മഴ. സാധാരണയായി ജൂൺ മാസം 11-ാം തീയതിയോടെയാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മുംബൈയിലെത്താറുള്ളത്. എന്നാൽ ഇക്കുറി 16 ദിവസം നേരത്തെ മെയ് 26-ന് കാലവർഷമെത്തി. 2001-25 കാലത്തിനിടെ ഇതാദ്യമായാണ് മൺസൂൺ ഇത്ര നേരത്തെ എത്തുന്നതെന്ന് IMD അറിയിച്ചു. തിങ്കളാഴ്ച അർദ്ധരാത്രിക്കും രാവിലെ 11 മണിക്കുമിടയിൽ ദക്ഷിണ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ 200 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചതായി ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നുള്ള കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുംബൈയിലെ കൊളാബ ഒബ്സർവേറ്ററിയിൽ 295 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന അളവിൽ മഴ പെയ്തത് 1918-ലായിരുന്നു. അന്ന് 279.4 മില്ലിമീറ്റർ മഴയായിരുന്നു പെയ്തത്. രാത്രി മുതൽ പുലർച്ചെ വരെ പെയ്ത കനത്ത മഴ നഗരത്തിൽ വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും വഴിവെച്ചിട്ടുണ്ട്. വോർലിയിലെ ഭൂഗർഭ മെട്രോ സ്റ്റേഷനിൽ വെള്ളം കയറി. സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം ഉൾപ്പെടെയാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. യാത്രക്കാർ വെള്ളത്തിലൂടെ നീങ്ങുന്നതും കാണാൻ സാധിക്കും. മുംബൈ മെട്രോയുടെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ നിന്ന് വോർലിയിലെ ആചാര്യ ആത്രേ ചൌക്കിലേക്കുള്ള സർവീസ് ഈ മാസം 10-ാം തീയതിയായിരുന്നു പ്രവർത്തനം ആരംഭിച്ചത്. മഴയ്ക്ക് പിന്നാലെ ഇവിടെ വെള്ളം കയറിയത് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ശക്തമായി തുടരുന്നതിനാൽ അടുത്ത 3 ദിവസവും മഴയോടൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മെയ് അവസാനം വരെ കാലവർഷം സജീവമായി തുടരാൻ തന്നെയാണ് സാധ്യത. കാലവർഷം കേരളം, കർണാടക തീരദേശ മേഖല, ഗോവ, മഹാരാഷ്ട്ര മേഖലയിലാണ് ശക്തിയാർജിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ തിങ്കളാഴ്ച മഴയ്ക്ക് നേരിയ കുറവുണ്ടായിരുന്നു. നഗരത്തിൽ യെല്ലോ അലർട്ടാണ് തിങ്കളാഴ്ചയുണ്ടായിരുന്നത്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച ഡൽഹിയിൽ 81.4 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. 1901-ന് ശേഷം ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മെയ് മാസമാണ് ഇക്കുറി. സാധാരണയേക്കാൾ 6 മടങ്ങ് മഴയാണ് മെയിൽ നഗരത്തിൽ രേഖപ്പെടുത്തിയത്. ഞായറാഴ്ച ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും 3 മണിക്കൂർ നീണ്ടുനിന്ന കനത്ത മഴയെ തുടർന്ന് വിമാന സർവീസുകൾ പലതും വഴിതിരിച്ചുവിട്ടിരുന്നു. ഡൽഹിയിൽ മഴക്കെടുതിയിൽ ഇതുവരെ 12 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. കർണാടകയിലെ തെക്കൻ ജില്ലകളിലും ബംഗളൂരുവിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴ മൂലം ബംഗളൂരു നഗരത്തിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നഗരത്തിൽ അടുത്ത ഒരാഴ്ച മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ പൊതുവെ മേഘാവൃതമായ ആകാശമായിരിക്കുമെന്നും കനത്ത മഴ ഇടിമിന്നലോടുകൂടിയ കാറ്റുമുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ കാറ്റിനും സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ മേഖലയിൽ മംഗളൂരു, നുജിബാൾട്ടൻ, കടബ എന്നിവിടങ്ങളിലും കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. ഉള്ളാൽ താലൂക്കിൽ പാവൂർ, ഹരേക്കൽ, ഉള്ളാൽ, അമ്പിളി, മൊഗരു, മുന്നൂർ തുടങ്ങിയ ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഇവിടെ വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി. മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ മറ്റ് ഭാഗങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മുംബൈ നഗരത്തിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മുംബൈ നഗരമേഖലയിൽ 58 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.